ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. CMR എക്സാലോജിക് കേസിൽ ED അന്വേഷണം വീണ തൈക്കണ്ടിയിൽ നിന്നും വീണയുടെ പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും കൂടി നീങ്ങുകയാണ്. CMRന് സേവനം നൽകാതെ 2.78 കോടി വീണ തൈക്കണ്ടി കൈപ്പറ്റിയെന്ന കേസ് ഇപ്പോൾ ഹവാല പണമിടപാടിലേക്ക് നീങ്ങുന്നുവെന്നാണ് ED പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മെയ് 27-ന് വീണയുടെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ഡയറിയിൽ പിണറായി ഭാര്യ റിട്ടയർഡ് പെൻഷൻ കൊണ്ട് തുടങ്ങിയ സംരംഭമാണ് എക്സാലോജിക് എങ്കിൽ ലേക്കർ ഇന്ത്യ കോർപ്പിലേക്കുള്ള വികസനം വിശദീകരിക്കേണ്ടേ? കോഴിക്കോട്ടെ പന്തിരാങ്കാവിനടുത്ത് 2 നില കെട്ടിടത്തിലെ ഒറ്റമുറിയിൽ വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്തൊട്ടിച്ചാണോ ഒരു കമ്പനി പ്രവർത്തിക്കുക? നാമനിർദ്ദേശ പത്രികയിൽ 10 ലക്ഷം നിക്ഷേപം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വീണ 85 ലക്ഷം ദുബായിലേക്ക് എങ്ങനെ കൈമാറിയെന്നതിനും ഉത്തരം വേണ്ടേ? 2.78 കോടി ആരോപണത്തിൽ നിന്നും 20.05 കോടിയിലേക്ക് എത്തുന്ന ഇടപാടുകളിൽ ഫെമ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി വേട്ട വാദം നിലനിൽക്കുമോ? മുതലക്കുളം മൈതാനത്ത് വെളുപ്പിക്കൽ യോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് വിശദീകരിക്കുക? മുൻ മുഖ്യമന്ത്രിയുടെ മകളെ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിനെ, DYFI വെസ്റ്റ് ഹിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാലിനെ കേന്ദ്രം വേട്ടയാടുന്നുവെന്നോ? കോടികൾ ഇതുവരെ കാണാത്ത, ലക്ഷങ്ങൾ പോലും കാണാത്ത സാധാരണക്കാരായ സഖാക്കളോട് മെയ് 27 മോഡൽ പ്രതിരോധം ആവർത്തിക്കാൻ പാർട്ടി പറയും. രാജ്യത്തെവിടെയും അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയെ തകർക്കാനുള്ള നീക്കമെന്ന വാദത്തിന്റെ പ്രസക്തി ഇനി എന്താണ്? തിരുത്തൽ പാതയിലെന്ന് അവകാശപ്പെടുന്ന പാർട്ടി അതിന്റെ ചരിത്രവും രാഷ്ട്രീയവും മറന്ന് സാമ്പത്തിക കുറ്റക്കേസ് നേരിടുന്നത് ആരെ സംരക്ഷിക്കാൻ? കുറിപ്പുകൾ കുരുക്കുമോ എന്നതാണ് ചോദ്യം. CPM നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും ശ്രീ രാജു P. നായർ, ഇടത് നിരീക്ഷകൻ ശ്രീ M. ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NV ബാലകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ NV ബാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ NV ബാലകൃഷ്ണൻ, ED ഓരോ ഘട്ടങ്ങളിൽ മുറുക്കും പിന്നീട് അയക്കും. ഇതാണ് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മുറുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ EDയുടെ അന്വേഷണത്തെ, അതിൻ്റെ അടുത്ത ഘട്ടത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ED മുറുക്കും അയയും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ മുറുക്കും എന്നൊക്കെ ED പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. പക്ഷേ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് ആസ്ഥാനത്ത് കേന്ദ്രത്തിൽ വലിയ തോതിലുള്ള ചർച്ചയും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് രക്ഷകന്മാർ അവതരിക്കുന്നുണ്ട്. പിന്നെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡീലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. BJPയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും അതിനകത്ത് എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കമ്പനികളുടെ. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോടുള്ള CPIM എന്ന് പറഞ്ഞാൽ പഴയ പത്മനാഭേട്ടൻ്റെയും കേളുവേട്ടൻ്റെയും കാലത്തെ CPM ഒന്നും അല്ല. ഇന്ന് ആ CPMനകത്തുള്ള ആളുകൾ, അതിൻ്റെ നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് വലിയ തോതിലുള്ള ഇതുപോലുള്ള കമ്പനികളും നടത്തിപ്പും അതിൻ്റെ ഭാഗമായിട്ടുള്ള പണമിടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നലെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുള്ള ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറയുന്നത് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ആളുകളാണ്, വലിയ തോതിലുള്ള കമ്പനി. അത് മാത്രമല്ല, നിങ്ങൾ കോഴിക്കോട് നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഇവരുമായി ബന്ധപ്പെട്ട്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ആ കാര്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്ന തന്നെ ഒരുപാട് കമ്പനികളുടെ പേര് എനിക്ക് ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് ഇടക്കാലത്ത് ആരും കണ്ട കമ്പനിയല്ല. ഏറ്റവും അവസാനം ഒരു വെള്ളക്കടലാസ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഒരുപാട് കമ്പനികളുണ്ട്. ഞാൻ അതെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കാരണം അത് നാമനിർദ്ദേശ പത്രികയിൽ ഇങ്ങനെയൊരു കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 10 ലക്ഷം രൂപയാണ് നിക്ഷേപം എന്ന് പറയുന്നു. അത് നിക്ഷേപമാണോ? ഈ കമ്പനിയുടെ ഉടമയാണോ? ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വേണ്ടേ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയും കണ്ടിട്ടില്ല. പക്ഷെ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയുടെ ഇതിൽ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അത് പേപ്പർ കമ്പനി മാത്രമാണ്. കോഴിക്കോട്ട് ജീവിക്കുന്ന ആരും അങ്ങനെ ഒരു കമ്പനി സജീവമായിട്ട് എവിടെയെങ്കിലും പ്രവർത്തിച്ചായിട്ട് കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അവസാനം ഈ ലേക്കർ ഇന്ത്യ ഒരു ഇതിലേക്ക് വന്ന സമയത്ത് ഒരു റൂമിന് മുകളിൽ ഇങ്ങനെ ഒരു വെള്ളക്കടലാസ് ഒട്ടിച്ച് വെച്ച് കമ്പനി ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തത്. ഇങ്ങനെ ലേക്കർ ഇന്ത്യ എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് കമ്പനികളുടെ പേര് പറഞ്ഞു തരാം. ഈ കോഴിക്കോട്ടെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ കമ്പനി പിന്നെ ഷെയർ ഹോൾഡർമാരായിട്ടുള്ളത്, അവരുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള പല കമ്പനികളുണ്ട്.
ആ കമ്പനികളുടെ കൂട്ടത്തിൽ വാർത്താരംഗത്ത് പ്രവർത്തിക്കുന്ന, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അതുപോലെ തന്നെ പാരലൽ കോളേജ് പോലെ നമ്മുടെ വലിയ കേരളത്തിലാകെ വലിയ സ്ഥാപനം നടത്തുന്ന, വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന, കോടികളുടെ ടേൺഓവർ നടത്തുന്ന കമ്പനികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ പരസ്യ കമ്പനി, ഇന്ത്യയിലാകെ വ്യാപിച്ചു നിൽക്കുന്ന വലിയ പരസ്യങ്ങൾ, ഞങ്ങളിലൂടെ മാത്രമേ പരസ്യം ചെയ്യുമെന്ന് പറയുന്നത് അത്രയും ഒരു മൊണോപ്പൊളി സ്വഭാവത്തിലേക്ക് വന്നിട്ടുള്ള പരസ്യ കമ്പനികളുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കമ്പനികൾ ഇവരൊക്കെ ഇങ്ങനെ ഇടചേർന്ന് കിടക്കുന്നതാണ്. ഇവരൊക്കെ ഒന്നിച്ചു നിന്നിട്ടാണ് കോഴിക്കോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നവരുടെ നിങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സ് നോക്കിയാൽ അവിടെയൊക്കെ ഒരു വീണയുടെ സാന്നിധ്യം നമുക്ക് കാണാനും പറ്റും. അതൊക്കെ നമുക്ക് ആർക്ക് പരിശോധിച്ചാലും ചെയ്യാവുന്നതാണ്. മാധ്യമപ്രവർത്തകന്മാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ജോലി അതൊക്കെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഞാനിട്ട് കാണുന്നുമില്ല. അത് വേറെ ഒരു പ്രശ്നമാണ്. അതൊക്കെ ഈ പറയുന്ന നെക്സസിൻ്റെ ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട്ടെ സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു സത്യമാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CPIMൻ്റെ സ്പെഷ്യൽ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് കോഴിക്കോടാണ്. ആ കോഴിക്കോട് ഈ സ്പെഷ്യൽ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുത്തി എത്രയൊക്കെ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കേരളം പോലെ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, ആലോചിച്ച് നോക്കൂ. ഒരു കമ്പനി ഇപ്പൊ ഇന്നലെ മുഹമ്മദ് റിയാസ് പറയുന്നത് ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ. ഈ വീണ തൈക്കണ്ടിയുടെ കമ്പനിയുടെ എക്സാലോജിക്കിന്റെ അഡ്രസ്സ് പോലും AK സെന്ററാണ്. അവിടുന്ന് മുതൽക്ക് ഇങ്ങോട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണസ്വാധീനവും മറ്റെല്ലാം വളരെ ആവശ്യം പോലെ വാരി ഉപയോഗിച്ചിട്ടാണ് ഈ ധനസമ്പാദനവും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ശരി, ഞാൻ ശ്രീ രാജു പിനാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M. ജയേന്ദ്രൻ, ഇത് ഒരു രാഷ്ട്രീയ വേട്ടയാണെന്ന് ഒരു വശത്ത് പാർട്ടി നേതാക്കൾ പറയുന്നു. മുഹമ്മദ് റിയാസ് പറയുന്നത് വീണ തൈക്കണ്ടി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, അവർക്ക് ബിസിനസ് നടത്താമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ എന്ന്. അത് നമ്മളാരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഈ പണം കൊടുത്ത CMRൽ തന്നെ പറയുന്നു പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് സേവനമില്ലാതെ പണം നൽകിയതെന്ന്. ഇപ്പോൾ അതും കടന്ന് മറ്റ് ചില കമ്പനികൾ കൂടി ഇവർക്കുണ്ട് എന്നതിൻ്റെ അടക്കം ഹവാല ഇടപാടുകൾ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ ED പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ CPMൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ടോ ഏത് നിലപാടെടുക്കണമെന്നതിൽ? ശ്രീ ജയേന്ദ്രൻ, CPMന് ഒരു വ്യക്തത കുറവും നിലവിലില്ല. അവരങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇതിൽ സ്മൃതി ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചല്ലോ അവരുടെ പ്രസ് റിലീസ്, പത്രക്കുറിപ്പ് EDയുടെ, അതിൽ പറയുകയാണ് SN ശശിധരൻ കർത്താരുടെ നേതൃത്വത്തിലുള്ള CMR മാനേജ്മെന്റ് കുറ്റകൃത്യത്തിലൂടെയുള്ള പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ കൂടെ ഉണ്ടാക്കുകയും വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകുകയും ചെയ്തു എന്നാണ് മുൻപ് ED നടത്തിയ അന്വേഷണങ്ങളിൽ തെളിഞ്ഞത്. യാതൊരു സേവനവും നൽകാതെ CMRൽ നിന്ന് പണം കൈപ്പറ്റിയവരിൽ ഒരാളാണ് ശ്രീമതി വീണ. അതാണ് പ്രധാനം. യാതൊരു സേവനം നൽകാതെ CMRൽ നിന്ന് പണം കൈപ്പറ്റിയവരിൽ ഒരാളാണ് ശ്രീമതി വീണ. എന്നിട്ട് മുൻപ് 27/5/25 ശ്രീമതി വീണയുടെയും CMRൽ പ്രൊമോട്ടർമാരുടെയും കേന്ദ്രങ്ങൾ ED പരിശോധന നടത്തിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ സേവനം നൽകാതെ പണം കൈപ്പറ്റിയ ഒരുപാട് പേരിൽ ഒരാളായിട്ടാണ് വീണ ഇവിടെ EDയുടെ തന്നെ പ്രസ് റിലീസ് അവതരിപ്പിക്കുന്നത്. അപ്പോ വേറൊരു പ്രധാനപ്പെട്ട സംശയം വരുന്നത് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടേണ്ട മറ്റൊരു വിമർശനം എന്താണെന്ന് അറിയാമോ? ഈ ഒരേ അക്കൗണ്ടിങ് എവിഡൻസിനെ രണ്ട് വ്യത്യസ്ത സ്റ്റാൻഡേർഡ്സിൽ ഉപയോഗിച്ച് ED ഇവിടെ പരിശോധിക്കുന്നുണ്ടോ? അത് പ്രധാനമാണ്. ഒരേ അക്കൗണ്ടിങ് എവിഡൻസ് ആണ് ഇത്. ED തന്നെയാണ് പറയുന്നത്, നമ്മളാരും പറയുന്നതല്ല. ED തന്നെ പറയുന്നു ഈ പലരിൽ ഒരാളാണ് വീണ. അപ്പൊ ഈ നേരത്തെ വന്നിട്ടുള്ള കുറെ പേരുടെ പേരുണ്ടല്ലോ. അല്ല, അത് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന മേടിച്ചതാണല്ലോ നേതാക്കൾ. അത് നമ്മൾ ചുരുക്കപ്പേരുകളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ആ വരികൾ രണ്ടാമത്തെ ഖണ്ഡികയിലുണ്ട്. അപ്പോൾ അങ്ങ് ആദ്യത്തെ ഖണ്ഡിക തമസ്കരിച്ചുകൊണ്ട് രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് വരുന്നെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? തമസ്കരിക്കുന്നു. ഈ വീണയുടെ കാര്യം പറയണമല്ലോ, അത് പറയാം. പക്ഷേ ഇതിനകത്ത് മേജർ ഫാക്ടറായിട്ട് അല്ല, ED തന്നെ ആദ്യം കാണുന്നത് വീണ തൈക്കണ്ടിയിലേക്കാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഒഴിവാക്കേണ്ട കാര്യമില്ല. അതിൽ കോൺഗ്രസ് പ്രതിനിധിക്കും മറുപടി പറയാനുണ്ടാകും. അങ്ങിത് പറയൂ, വീണ തൈക്കണ്ടി സ്വതന്ത്ര വ്യക്തിയാണ് എങ്കിൽ ആ സ്വതന്ത്ര വ്യക്തി അന്വേഷണം നേരിടട്ടെ. എന്തിനാണ് ഈ പാർട്ടി അതിന്റെ പിന്നാലെ പായുന്നത്? ഇപ്പോൾ പിണറായി വിജയന് എതിരെ നടന്ന റെയ്ഡ് എന്ന മട്ടിൽ ആദ്യം പാർട്ടി സഖാക്കളെ കൊണ്ട് അവിടെ അക്രമ രൂപത്തിലേക്കൊരു സമരം നടത്തി. അവർ പലരും എത്ര ദിവസം ജയിലിലായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഇനിയും ആ ഒരു നിലപാടിലേക്ക് തന്നെയാണോ പോകുന്നത്? ആ തരത്തിലുള്ള പ്രതിരോധത്തിലേക്കാണോ പോകുന്നത്? എന്താണ് വിശദീകരിക്കപ്പെടുക? ഇതൊക്കെ ചോദ്യമാണല്ലോ. അല്ലാതെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചൊരു പാർട്ടിയാണ് CPIM. അവരെങ്ങനെ പ്രവർത്തിക്കണം എന്ന് വേറൊരാളുടെ നിർദ്ദേശമോ ഉപദേശമോ
ഒട്ടും ആവശ്യമില്ലാത്ത പാർട്ടിയുമാണത്. അപ്പൊ CPM എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എന്റെയോ സ്മൃതിയുടെ ഈ പാനലിലുള്ള ആരുടെയെങ്കിലുമോ ഒരു നിർദ്ദേശങ്ങളും ഇല്ലാത്ത വിധം പ്രവർത്തിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അത് ആ പാർട്ടിക്ക് വിടുക. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റിംഗ് ശരി. അപ്പൊ അതങ്ങ് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് തന്നെ കാണുന്നില്ല. അതിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടല്ലോ. ജനങ്ങൾക്കോട് എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ശ്രീ രാജു പിനാറിലേക്ക് വന്നു. ശ്രീ രാജു പിനാർ, അങ്ങേക്കറിയാവുന്ന പോലെ ED ഇപ്പോൾ അന്വേഷണം വീണ തൈക്കണ്ണിയിലേക്കാണ് നീക്കിയിരിക്കുന്നത്. അത് വീണയുടെ പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും പോകുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ ചില ബിസിനസ്സുകാരിലേക്കും ആ അന്വേഷണം നീങ്ങുന്നു. അതൊരു ഹവാല ഇടപാട് എന്നാണ് ഈ വാർത്താക്കുറിപ്പിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഈ ഹവാല ഇടപാട് എന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നത് ഈ സുഹൃത്തുക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? EDയെ പല ഘട്ടങ്ങളിൽ നിങ്ങൾ തള്ളിപ്പറയുകയും ചില ഘട്ടങ്ങളിൽ നിങ്ങൾ ED വരട്ടെ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തെ ഇപ്പോൾ എങ്ങനെ കാണുന്നു? സ്മൃതി, നമ്മൾ EDക്കോ CBIക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി ആണെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയും നമ്മൾ പരിപൂർണമായി വിശ്വാസത്തിലെടുത്തോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുത്തോ അല്ല ചെയ്തത്. മറിച്ച് ഒരു കേസുണ്ടായി, ആ കേസിനകത്തുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളോ ആ വ്യക്തികൾ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ ആ നേതാക്കന്മാരുടെ പാർട്ടിയോ ആ വരുന്ന വിവരങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രാഷ്ട്രീയമായി വ്യക്തത വരുത്തും, പ്രതിരോധിക്കും. ഇല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും നാഷണൽ ഹെറാൾഡ് കേസ് വന്നു. കോൺഗ്രസ് എന്തായത്? കോൺഗ്രസ് രാഷ്ട്രീയമായ പ്രതിരോധം ഉയർത്തി. അതേസമയം തന്നെ വേട്ടയാടുകയാണ് എന്നുള്ളത് ഉദ്ദേശിച്ചു. അതേസമയം തന്നെ യങ് ഇന്ത്യയെ സംബന്ധിച്ചും അസോസിയേറ്റഡ് ജേർണലിസ്റ്റിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണെന്നുള്ളതും അത് ആ കേസിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നും വസ്തുത എന്താണെന്നും ഞങ്ങൾ ജനങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്. അല്ലാണ്ട് നമുക്കിപ്പോൾ എക്കണോമിക് ഒഫൻസ് അന്വേഷിക്കാൻ ഈ രാജ്യത്ത് നിന്ന് വ്യവസ്ഥാപിതമായിട്ടുള്ള അന്വേഷണ ഏജൻസി ED ആണ്. അതുകൊണ്ട് ED BJPയുടെ കയ്യിലാതിരിക്കുന്നതുകൊണ്ട് രാജ്യത്ത് ഒരിടത്തും എക്കണോമിക് ഒഫൻസ് ED അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതും അവരന്വേഷിച്ചാലെല്ലാം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വരുത്തി തീർക്കലല്ലോ പറയേണ്ടത്. നമ്മളവിടെ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ വസ്തുതയ്ക്കനുസരിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കും. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഏകദേശം 3 വർഷമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യാം. ഈ നിമിഷം വരെ ഈ കേസിന് ആധാരമായിട്ടുള്ള ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ അവരുടെ ഇതിനകത്തുള്ള ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ പണം കൈപ്പറ്റിയെന്നുള്ളതിന് ഇതുവരെ കേരളത്തിൽ CPMനോ ഒരാൾക്കും വ്യക്തത വരുത്താൻ പറ്റിയിട്ടില്ല. ഒരിക്കൽ നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള അരുൺ അത് പറഞ്ഞു കുടുങ്ങിയതുമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് വരെ ഒരാൾക്കും വ്യക്തത വരുത്താൻ കഴിയാത്ത ഈ കേസിന്റെ ക്രക്സ് എന്ന് പറയുന്നത് യാതൊരു സേവനവും കൊടുക്കാതെ പണം കൈപ്പറ്റിയതാണ് ഒന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ EDയുടെ രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായ ചോദ്യത്തിന് CPMും അല്ലെങ്കിൽ വീണ വിജയൻ അതിന് വ്യക്തത വരുത്തണം. 1. 2, ഇവരുണ്ടാക്കിയ പ്രതിരോധം മുഴുവൻ നുണയിൽ കെട്ടിപ്പൊക്കിയതാണ്. കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം മുഖ്യമന്ത്രി സതീശനും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും മുഴുവൻ നുണയനാണ് എന്ന് ഏറ്റവും കൂടുതൽ സ്ഥാപിക്കാൻ നടക്കുകയാണ്. ആരാണ് പറയുന്നത്? ഈ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് എൻ്റെ മകൾ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഉണ്ടാക്കിയ കമ്പനിയാണ്, ദാ ഈ കൈകൾ ശുദ്ധമാണ് കേട്ടോ എന്ന് നിയമസഭയിൽ നിന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നല്ലോ. ആ അച്ഛന് കൈ ഉയർത്തി പറഞ്ഞപ്പോൾ പറയുന്നില്ല എൻ്റെ മോക്കിൽ ഇത് മാത്രമല്ല പെൻഷൻ കാശിന്റെ കുറച്ചുകൂടി ബാക്കിയുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞില്ലല്ലോ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി എൻ്റെ മകളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ദാ അമ്മയുടെ പെൻഷൻ കാശ് കിട്ടിയപ്പോൾ പകുതി അങ്ങോട്ടും പകുതി ലേക്കറിലേക്കുമാണ് കൊടുത്തത്, ദാ എൻ്റെ കൈകൾ ശുദ്ധമാണല്ലോ എന്ന് പറയാറുന്നല്ലോ. അപ്പോ നുണകളിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് CPMന്റെ പ്രതിരോധം മുഴുവൻ. മൂന്നാമത്തെ കാര്യം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതും കൂട്ടിവെച്ച് പറയുകയാണ്. CPMന്റെ നിലപാട് എന്താണ്? ആദ്യം ഈ കേസ് വന്നപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു ഇല്ലേ? CPMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടി സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി. അത് കഴിഞ്ഞ് കേസ് ബലം പിടിച്ചോ പറഞ്ഞു ഇല്ല ഇത് വ്യക്തികൾ തമ്മിലുള്ളതാണ്, അതുകൊണ്ട് വ്യക്തിയായിട്ട് അത് വീണ കൈകാര്യം ചെയ്തോളൂ, അത് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, വ്യക്തിയായിട്ട് മാറി. പിന്നെ റെയ്ഡ് നടന്നപ്പോഴത്തേക്ക് അവര് വന്ന് CPMന്റെ ഏറ്റവും ഉന്നത നേതൃത്വം വരെ MV ഗോവിന്ദൻ വരെ വന്ന് തറയിലിരുന്ന് റോഡിലിരുന്ന് പ്രതിരോധം സൃഷ്ടിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, അവരുടെ കാറുകൾ അടിച്ചു തകർത്തു. MA ബേബി ഡൽഹിയിലും പ്രതിഷേധം നടത്തി. അപ്പൊ അത് പാർട്ടിയുടെ പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ല പാർട്ടിയല്ല, കല്ലെറിഞ്ഞതും ആക്രമിച്ചതൊന്നും ശരിയല്ല,
അതുകൊണ്ട് പാർട്ടിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത് റെയ്ഡ് നടന്നപ്പോൾ പ്രതിരോധവും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇപ്പം മിനിഞ്ഞാന്ന് കോഴിക്കോട് റെയ്ഡ് നടന്നു. പാർട്ടിയുടെ യാതൊരു പ്രതിരോധവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ റെയ്ഡ് ചെയ്യപ്പെട്ടവർ റിയാസിന്റെ അടുത്ത ബന്ധുക്കളാണെന്നുള്ളൂ, സുഹൃത്തുക്കളാണെന്നുള്ളൂ. അത് വീണയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നാണെന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ റിയാസ് വന്നിട്ട് പറഞ്ഞു ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് CPM എടുക്കുന്ന നിലപാട് എന്താ? ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമായിട്ട് മാറി. എന്താണ് CPMന്റെ നിലപാട്? ശരി. വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയ 2 കമ്പനി, ഒന്ന് എക്സാലോജിക്കും 2 ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം അത് വീണ വിജയന്റെ മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ എന്തിനാണ് പാർട്ടി പല നിലപാടുകൾ എടുക്കുന്നത്? അപ്പൊ പാർട്ടിക്ക് വ്യക്തതയില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് ചെന്നെത്തിപ്പെടാൻ പോകുന്നത് എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം റിയാസും വീണയും കൂടിയാണ് സിം കാർഡ് എടുപ്പിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊഴി, നന്ദുലാലിന്റെ മൊഴി, റിയാസും വീണയും കൂടിയാണ്. അപ്പോൾ ഈ ഹവാല ഇടപാട് ഉൾപ്പെടെ മുഴുവൻ ഈ സാമ്പത്തിക കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് റിയാസിന്റെ കൂടി അറിവോടുകൂടിയാണ് എന്ന് വരുമ്പോൾ ഇത് ശരിയായ കേന്ദ്രത്തിലേക്ക് ഇതിനെല്ലാത്തിനും അധികാര ദുർവിനിയോഗം നടത്തിയ കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ CPM വീണ്ടും നിലപാട് മാറ്റുകയാണ്. അത് സംശയാസ്പദമാണ്. അങ്ങനെയെങ്കിൽ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കേസന്വേഷണമാണ് ഈ പറയുന്ന വീണയുടെ കാര്യം. ബാക്കിയുള്ളവരിലേക്കും ഈ പണം കൈപ്പറ്റിയ സീമാറിൽ നിന്ന് പണം കൈപ്പറ്റിയ ബാക്കിയുള്ളവരിലേക്കും അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ടല്ലോ. ഈ ചുരുക്കപ്പേരുകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ചുരുക്കപ്പേരുകളുമുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിലേക്ക് കൂടിയ അന്വേഷണം അടുത്ത ഘട്ടത്തിൽ വരും. ശ്രീ രാജു പി നായർ 100% സ്വാഗതം ചെയ്യുന്നു. 100% ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ. ഏത് അന്വേഷണവും നടക്കട്ടെ. ശ്രീ ജയേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതാണല്ലോ പലരിൽ ഒരാളാണ് വീണ. എന്റെ തിരിച്ചുള്ള ചോദ്യം, പലരിൽ ഒരാളാണ് വീണയെങ്കിൽ, വീണയല്ല ഇതിനകത്തുള്ള പ്രശ്നമെങ്കിൽ ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലയുണ്ട്, മറ്റ് ഒട്ടേറെ കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇല്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞു അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. AG എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരുണ്ടായിരുന്നു. പോലീസിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ അല്ലെങ്കിൽ ഇനി അരുൺ പറയാൻ പോകുന്ന വാദം ഇതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നിങ്ങൾ ശുപാർശ ചെയ്തില്ല, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയില്ല? പകരം കോടതിയിൽ പോയപ്പോൾ പോലും ആ വിജിലൻസ് അന്വേഷണത്തെ ഇല്ലാതെയാക്കാനല്ലേ ശ്രമിച്ചത്? പലരിലാണ് വീണയുണ്ട്, വീണയ്ക്ക് ഭയക്കാൻ ഒന്നുമില്ല. പലരിലാണ് എന്തുകൊണ്ട് അന്വേഷണം വിജിലൻസ് നടത്തിയില്ല? ഒരാളുടെ പുറകെ പോകണ്ടല്ലോ. പിണറായി വിജയൻ സർക്കാരിന് നേരിട്ട് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. ആ അന്വേഷണം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല? ശരി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ഒരു സംരംഭക അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുന്നു. അത് അവർ നേരിടട്ടെ എന്നല്ലാതെ അത് പാർട്ടി നേരിടാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് പാർട്ടി നേരിട്ടത്? പാർട്ടി എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്തോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തിരുവനന്തപുരം, വിജിലൻസ് കോടതി കോട്ടയം, വിജിലൻസ് കോടതി തൃശ്ശൂർ അടക്കം ആദ്യഘട്ടത്തിൽ നിരവധി കേസുണ്ടായിരുന്നു. ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസ് വന്നു. സുപ്രീം കോടതിയിലും കേസുണ്ടായിരുന്നു. മറ്റ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകൾ വന്നു. അതായത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കക്ഷികളും അതിൽ വന്നു. എതിർത്തും അനുകൂലമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും തവണ പാർട്ടി ഒരു കേസിൽ കക്ഷിയാകുകയോ പാർട്ടി പ്രതിരോധിക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയോ ഈ കേസ് അന്വേഷണം ദുർബലപ്പെടുത്താൻ ഇടപെടൽ നടത്തുകയോ ചെയ്തോ? എല്ലാ ഘട്ടത്തിലും അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമപോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണല്ലോ? അല്ല എനിക്ക് പറയാൻ അനുവാദമില്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് മാറാം. എനിക്ക് ഇത്തരത്തിൽ അലമ്പുണ്ടാക്കാൻ താല്പര്യമില്ല. വളരെ തിരക്കുകൾക്കിടയിലാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ ഇടയിലാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് എന്റെ ഒറ്റ വാചകം തുടങ്ങിയപ്പോഴേക്കും താങ്കൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇടപെട്ടു. മര്യാദയ്ക്ക് ആണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരാം. ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് തരുന്ന സമയത്ത് എന്താ പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അത് താങ്കളല്ല. യു ആർ ഓൺലി ആൻ ആങ്കർ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നിയമപരമായിട്ടോ മറ്റൊരു തരത്തിലോ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ ശ്രീ MV ഗോവിന്ദൻ മാഷ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ MLA മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് കൃത്യമായി അന്വേഷണത്തിന്റെ വിഷയത്തിലാണ് എന്നതുകൊണ്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം.
അന്വേഷണം നടക്കട്ടെ, ഏതറ്റം വരെ പോകട്ടെ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതേപോലെ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. 2025 ജനുവരി മാസത്തിൽ ഒരു 4-5 തവണയെങ്കിലും ഇരുന്നു. കമ്പനികാര്യ വകുപ്പിന്റെ സെക്ഷൻ 210-ഉം 212-ഉം അനുസരിച്ച് അന്വേഷണം ആരംഭിച്ചു. ആദ്യം കമ്പനികാര്യ വകുപ്പ് മേധാവി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അന്നും ചർച്ചയ്ക്കിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ FSIO അന്വേഷണം പ്രഖ്യാപിച്ചു. സാധാരണ കമ്പനികാര്യ നിയമപ്രകാരം ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസി അന്വേഷിക്കാറില്ല. അത് 2 ഏജൻസി പ്രഖ്യാപിച്ചു. അന്ന് ആദ്യത്തെ ഏജൻസിക്ക് 1 മാസവും രണ്ടാമത്തെ ഏജൻസിക്ക് 3 മാസവുമാണ് സമയം കൊടുത്തത്. അതായത് 2025 മാർച്ച് മാസം ഏപ്രിൽ മാസം ആവുമ്പോൾ ആ അന്വേഷണ കാലാവധി തീരണം. അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തടക്കം പറഞ്ഞത്, തൂക്കിക്കൊല്ലാൻ തയ്യാറായിക്കോ, ജയിലറ എണ്ണിക്കോ, ഗോതമ്പുണ്ട തിന്നാൻ തയ്യാറായിക്കോ, 3 മാസം കൊണ്ട് എല്ലാം തീരുമാനമാകുമെന്ന. ഇപ്പൊ 1.5 കൊല്ലമായില്ലേ മിസ്റ്റർ? എവിടെ പോയി FSIO? എവിടെ പോയി അന്വേഷണം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു. ഇതേ EDയുടെ സെലക്ടീവ് ലീക്കേജ് വാർത്ത ഒരുപാട് വന്നില്ലേ? എന്തിനായിരുന്നു? ഓരോ മാസവും ഈ വാർത്ത ചർച്ച ചെയ്യണം. ഇപ്പോൾ വന്ന ഇന്നലത്തെ പ്രസ് റിലീസിന്റെ അവസാനം എന്താ? ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻസ് സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വെർ സീസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ്. എവിടെ, ആരുടെ സെർച്ച്, എവിടെ നടത്തിയ സെർച്ച്, ആരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു, എന്ത് ഡിജിറ്റൽ, ആരുടെ കണ്ടെത്തി? ഉണ്ടോ? വിവരം ഉണ്ടോ? അങ്ങ് ഒരു ഉണ്ടയില്ല വെടിവെച്ചേക്കുക. ആക്രമിച്ചിട്ട് ഒറ്റവരിയോടെ അങ്ങ് തന്നെയാണ് പറയേണ്ടത്. അഡ്വക്കേറ്റ് അരുൺകുമാർ അങ്ങനെ പറഞ്ഞു പോകല്ലേ, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവല്ലോ. അങ്ങനെ ക്ഷമയോടെ കേൾക്കൂ. കഴിയണ്ടെന്നേ അങ്ങ് തന്നെ പറയൂ അഡ്വക്കേറ്റ് അരുൺകുമാർ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്. ഒരു വാചകല്ലേ വായിച്ചോളൂ. താങ്കൾക്ക് എന്തിനത്ര ബുദ്ധിമുട്ട്? ഒരു വാചകം വായിച്ചപ്പോഴും സമയക്കുറവ്, പരസ്യങ്ങളുടെ ദൈർഘ്യം, അതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇടപെടെ, എല്ലാവരുടെ അടുത്തും ഇടപെടുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. രണ്ടാമത്തെ വാചകം ഒന്ന് വായിക്കിട്ട് എന്തിനത്ര ബുദ്ധിമുട്ട്? താങ്കൾ തന്നെ ഇതിങ്ങനെ ഈ അലമ്പുണ്ടാക്കലെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ വാചകം, എവിഡൻസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽ ഓൾസോ ഫൗണ്ട്. എവിഡൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി. ആര് ട്രാൻസ്ഫർ ചെയ്തു? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു? ഹവാല മണി, ഏത് മണി, എവിടത്തെ മണി? ഇത് ഉണ്ടയില്ലാത്ത വെടി മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 10-15 ദിവസം ചർച്ച നടത്തണം. ഏത്? കേരളത്തിൽ ഇപ്പോൾ ലൈവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്നും മാറണം. അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വരിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ശരി, എല്ലാ വരികളും ഒരു ദീർഘമായ വാർത്താക്കുറിപ്പില്ല, ഒരൊറ്റ പേജ് വാർത്താക്കുറിപ്പാണ്. അത് അങ്ങേക്കും അറിയാവുന്നതാണ്. അപ്പൊ മുഴുവൻ കാര്യങ്ങളും ആ വാർത്താക്കുറിപ്പിൽ വേണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ 8 ഇടത്ത് നടന്ന റെയ്ഡുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, അങ്ങ് ഈ പറഞ്ഞ പോലെ, ഇല്ല ഞാൻ ചോദിക്കട്ടെ, ചോദ്യം കഴിഞ്ഞില്ല. അങ്ങ് പറഞ്ഞതുപോലെ എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. 8 ഇടത്ത് റെയ്ഡ് നടന്നു. അങ്ങ് പറഞ്ഞതുപോലെ കേസ് നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരു കോടതിയിലും പാർട്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതിരോധം തീർത്തത്? പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ED വന്നപ്പോൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതിരോധമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ മുതലക്കുളം മൈതാനത്ത് ഒരു വിശദീകരണ യോഗം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് അന്വേഷണവും നടന്നോട്ടെ. ആ കേസ് ഇപ്പൊ എക്സലോജിക് ആയാലും ഇപ്പൊ ലെയ്ക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കമ്പനികാര്യ നിയമമോ ഈ രാജ്യത്തുള്ള ഏത് നിയമപ്രകാരവും അന്വേഷണം നടന്നോട്ടെ. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, താങ്കൾ തെന്നി മാറി. അതായത് 2025 മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞതാണേ. 2025 ഗോതമ്പുണ്ട തിന്നുമെന്ന് പറഞ്ഞതാ. അപ്പോൾ ആ മാർച്ച് കഴിഞ്ഞ് പിന്നെ 1.5 കൊല്ലമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുക്കാത്തത്? ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു, കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിനുശേഷം ഒരടി പോലും EDക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തുകൊണ്ട്? ആ ചോദ്യം നിൽക്കുക. ഒന്നാമത്തെ കാര്യം ED പുറത്തുവിടുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ടാണെന്ന് വരുമ്പോൾ ഇതിലൊരു കേസ് ഉണ്ടല്ലോ. ഒരു കേസില്ലാതെ ചർച്ച ചെയ്യല്ലോ. ഇവിടെ CMRLന്റെ MD തന്നെ പറയുന്നു, സേവനമൊന്നും കിട്ടിയിട്ടില്ല, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് പണം കൊടുത്തത് എന്നതിൽ നിന്ന് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയാണ്? വീണയുടെ ജീവിത പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും അവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. ഇത് ഈ പറയുന്ന ഈ ലേക്കൽ ഫിൻകോർപ്പ്, അങ്ങേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധാരണയുണ്ടോ? ലേക്കർ ഇന്ത്യ കോർപ്പ് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് പ്രവർത്തിക്കുന്നത് 2 നില കെട്ടിടത്തിൽ ഒരു മുറിയിൽ കടലാസിൽ പുറത്ത് പതിപ്പിച്ചിട്ട് ഒരു രേഖയിൽ, ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുക. അതൊരു ഷെൽ കമ്പനിയാണെന്ന് ED പറയുമ്പോൾ അതിന് പാർട്ടി ഉത്തരം നൽകുന്നത്. അത് പാർട്ടിക്ക് പറയണമെങ്കിൽ പറയണ്ട, അത് വീണ പറഞ്ഞോട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ അതേക്കുറിച്ച് നാമനിർദ്ദേശ പത്രികയിൽ 10 ലക്ഷത്തിന്റെ നിക്ഷേപം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്.
അല്ല, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ മുഹമ്മദ് റിയാസിലേക്ക് എത്തി നിൽക്കുന്നു, ഷെൽ കമ്പനിയാണെന്ന് ഇ ഡി പറയുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ കൂട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനോരമ ഒരു ഫോട്ടോ വെച്ച് വാർത്ത കൊടുത്തു. മുഹമ്മദ് റിയാസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. എന്താ? ഒരിക്കലും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ഒരിക്കലും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ പറയാണ് എത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇ ഡി അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരാൾ അല്ല, ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നേരത്തെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിലേക്കാണ് അടുത്ത നീക്കം എന്ന ഇ ഡിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഉണ്ടല്ലോ, ഇ ഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. ഞാൻ സമ്മതിച്ചു, ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട വിവരം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് കിട്ടുന്നുണ്ട്, താങ്കളുടെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. അത് നിങ്ങൾ വിശ്വസിച്ചോളുക. കാരണം അതെ അല്ലല്ല, അത് എന്റെ സമയം താങ്കളല്ല നിശ്ചയിക്കേണ്ടത്. അത് നിശ്ചയിക്കാൻ താങ്കൾ ആയിട്ടില്ല. ഒറ്റ കാര്യം, ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ഇ ഡി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ തന്നെ സമ്മതിച്ചു കിട്ടുന്നുണ്ടെന്ന്. അത് ബിരിയാണി ചെമ്പിന്റെ പേരിൽ സ്വർണം കടത്തി, നയതന്ത്ര ബാഗേജിന്റെ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിന്റെ കുരു, ഖുറാന്റെ ഉള്ളിലെ സ്വർണം, ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ അന്വേഷണമൊക്കെ എവിടെ എത്തിയെന്ന് അറിയാം. ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് 0.5% ഈ രാജ്യത്ത് തുടരുന്നതും 4900 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 10 കേസ് പോലും ശിക്ഷിക്കാൻ പറ്റാത്തതും 197 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് 194 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ആയി മാറുന്നതും, ഇതെല്ലാം വൈറ്റ് വാഷ് അടിച്ച് BJP ആയി മാറുമ്പോൾ ഇല്ലാതായതൊക്കെ നമ്മുടെ മുന്നിൽ അന്വേഷിച്ചോട്ടെ. ഓരോ മാസവും നിങ്ങൾക്ക് ലീക്കേജ് തന്നോട്ടെ. യാഥാർത്ഥ്യമല്ലേ FSIO? യാഥാർത്ഥ്യമല്ലേ? അല്ല, പിണറായി വിജയന്റെ രാഷ്ട്രീയ വേട്ടയാണോ ഇത്? ഞങ്ങൾ കൃത്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ഘട്ടത്തിലും ഇ ഡി നിങ്ങൾക്ക് സെലക്ടീവ് ലീക്കേജിലൂടെ ബ്രേക്കിംഗ് ന്യൂസ് തന്നു. നിങ്ങൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റി. ഇതുപോലെ അന്തിച്ചർച്ചയുടെ ഭാഗമായി ചോദിച്ചത് എവിടെ എത്തി? അല്ല, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിന് വേട്ടയാടണം? അരുൺകുമാർ, താങ്കൾ ക്ഷമിക്കൂ. പറയൂ. അല്ല, ക്ഷമിക്കൂ, താങ്കൾ കേൾക്കൂ. താങ്കൾ തന്നെ ഉത്തരവും ചോദ്യവും ചോദിച്ചിട്ട് താങ്കൾ അവസരം തരാത്തല്ല. എന്തിനു വേട്ടയാടണം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തെറ്റായ നയങ്ങളെയും ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഇ ഡിക്കെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല കേരളത്തിലെ നിലപാട്. ഒറ്റ ചോദ്യമേ, കഴിഞ്ഞ മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പേപ്പർ ഈ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ, PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. അങ്ങ് ഈ പറയുന്ന ആഗോളവൽക്കരണമൊക്കെ അവിടെ മാറ്റിവെക്കൂ കുറച്ചു കാലം. അതെ, ആ ഡയറി എവിടെന്ന് കണ്ടോ? ഇതിനു മുമ്പ് ഒരു ഡയറി ഇട്ട് താങ്കൾ ആദ്യം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയോട്, ഏത് ഒരു ഡയറി ഉണ്ടല്ലോ, അതിൽ കുറെ പേരുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഡയറി പേജിൽ തുണ്ട് കടലാസൊക്കെ വെച്ചാൽ അത് തെളിവല്ലാന്ന്. അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ, ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി, താങ്കൾ ചോദിച്ചല്ലോ. ആ ഡയറിക്ക് എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് പറഞ്ഞത് അരുൺകുമാർ? ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്തു വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ
അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി, അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുരയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാൻ എന്റെ ശൈലിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചോദ്യം ചോദിക്കും. അങ്ങേക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അരുൺകുമാർ. ഇല്ല ഇല്ല, അങ്ങേക്ക് ഈ പ്രയോഗമായി മുന്നോട്ട് പോകാനല്ല. അങ്ങേക്ക് പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല ഇല്ല, പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല, ഇടവേളയിലേക്ക് അരുൺകുമാർ. ശരി, മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അത് വേട്ടയാണ്, അടലാണ് എന്ന് CPM പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലായി പല ഏജൻസികൾ വന്നിട്ടുണ്ട്. പല ഏജൻസികൾക്കും അതിനൊരു സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ED സംബന്ധിച്ച് അങ്ങനെ സമയമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീർഘകാലം, കുറച്ചു കാലം നന്നായി വേഗത്തിൽ നീങ്ങിയും പിന്നെ ഇഴഞ്ഞും ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ ED അന്വേഷണത്തെയും ആ രൂപത്തിലാണ് CPM കാണുന്നത്. എങ്ങനെയാണ് അരുൺകുമാറിന്റെ പ്രതികരണത്തോട് അങ്ങേക്ക് പറയാനുള്ളത്? അരുൺകുമാറിന്റെ പ്രതികരണത്തോട്, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുതരം അന്തസ്സില്ലായ്മയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഒരൊറ്റ ആവശ്യമുള്ളൂ, ഈ ചർച്ചയെ അലങ്കോലപ്പെടുത്തുക. കാരണം കാര്യങ്ങളൊന്നും പറഞ്ഞ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ അലങ്കോലപ്പെടുത്തി പോവുക. അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രവർത്തനം അയാൾ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ CPMന്റെ ആളുകൾ നടത്തുക, അതിൻ്റെ ഫലം എന്താണ്, ജനങ്ങൾ അതിനെ എങ്ങനെയാണ് കണ്ടത്, ജനങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിലയിരുത്തുക. അപ്പോൾ അതിനുശേഷമെങ്കിലും ഒരു വിചാരം, തങ്ങൾക്ക് എവിടെയോ തകരാറ് സംഭവിക്കുന്നു, ഇങ്ങനെയല്ല ജനങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളോട് എന്ത് പ്രതികരിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് എന്ത് പറയാനാണ്? എനിക്കൊരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങളൊരു കാര്യം ആലോചിച്ച് CPM എടുത്തുള്ള നിലപാടുകളെ ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ 2020 ഈ പറയുന്ന ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ 2020 ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീരുമാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവരാരെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? 2023 മലയാള മനോരമ ഇത് വാർത്തയാക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ PT തോമസ് സംസാരിച്ചൊക്കെ ഉണ്ട്, നിൽക്കട്ടെ. അപ്പം എന്നാൽ പോലും മനോരമയാണ് ഇതൊരു വാർത്തയായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. ആ മനോരമ വാർത്ത കൊണ്ടുവരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഗോവിന്ദ മാഷ് അതുപോലെ തന്നെ കേരളത്തിലെ CPM നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം വെച്ചാൽ വീണയെ കേട്ടിട്ടല്ല ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചത്, വീണയ്ക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ല. വീണയ്ക്കെതിരായി ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയം വീണയ്ക്ക് കൊടുക്കേണ്ടതാണ്, അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായി അസംബന്ധമാണ് എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ആ സത്യത്തിൽ പറഞ്ഞ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വീണ ഒരു വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് മറ്റൊരു ഇൻകം ടാക്സ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ വീണ പ്രശ്നമൊന്നുമല്ല, അവർക്ക് ഈ ടാക്സ് ആണ് പ്രശ്നം. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമേ അങ്ങനെ തുടങ്ങി വീണയ്ക്ക് വിശദീകരിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള അതൊരു തുടർച്ചയായിട്ടല്ലേ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നത്. നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ നല്ലതാണെന്നൊന്നും പറയല്ല ഞാൻ. പക്ഷേ അന്വേഷണം പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോഴൊക്കെ CPM സ്വീകരിച്ചോടുന്നല്ല. അവിടെ എന്താണ് പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്ന സേവനം കൊടുത്തിട്ടില്ല, അല്ല ഇവർ സേവനം കൊടുത്തിട്ടുണ്ട്, കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സേവനം കൊടുത്തില്ല, സേവനം കൊടുത്തിട്ടില്ല, ഇത് രണ്ട് കക്ഷികൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ആർക്കാ ഇതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും അവ്യക്തത ഉണ്ട്? സത്യത്തിൽ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുകൂടെ എനിക്കുള്ള ഒരു അഭ്യർത്ഥന, ഇനിയെങ്കിലും നിങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അരുൺകുമാറോ അല്ലെങ്കിൽ അയാളുടെ ആരെങ്കിലും ഒന്നും രൂപപ്പെടുത്തിയ സാധനമല്ലല്ലോ. മഹത്തായ പൈതൃകമുള്ളൊരു പ്രസ്ഥാനമാണിത്. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ചോരയിലുണ്ടായ ഒരു പ്രസ്ഥാനമാണിത്. നിങ്ങൾ ആ പ്രസ്ഥാനത്തെ മുഴുവൻ എഴുതിത്തള്ളുന്ന ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും മകളും പിണറായി വിജയൻ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ല. ഈ വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ. ഞാൻ ചോദിക്കട്ടെ, CPMന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ സ്വന്തമായ ED മറ്റു സംവിധാനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയേറെ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്ന സ്ഥിതി, ഇത്രയേറെ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സ്ഥിതി CPMന് ഇത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിച്ച് ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് ഇത് വസ്തുത എന്ന് ജനങ്ങളോട് പറയും. പാർട്ടി അണികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കോഴിക്കോട്ടെ കാര്യങ്ങൾ ഞങ്ങൾ കോഴിക്കോട്ടെ ആളുകൾക്കൊക്കെ അറിയാം. കോഴിക്കോട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്ന അറിയാം. അങ്ങനെ നടന്നു ഈ പാർട്ടിയെ കേളുവേട്ടനും അതുപോലെ പത്മനാഭേട്ടനെ പോലുള്ള ആളുകളൊക്കെ നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് നിഖിലിന്റെയും മെഹബൂബിന്റെയും ഒക്കെ കയ്യിലെത്തുമ്പോൾ ഇതെന്തായി തീർന്നിരിക്കുന്നു എന്ന് ആളുകൾക്ക് അറിയാം.
അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രസ്ഥാനത്തെ തന്നെ എഴുത്തള്ളുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ പോകുന്നത് ശരിയാണോ? അങ്ങനെയൊന്ന് ആലോചിക്കാൻ എന്തുകൊണ്ടാണ് CPM കേന്ദ്ര നേതൃത്വത്തിനൊന്നും ഇഡിയുടേത് ഒരു രാഷ്ട്രീയ വേട്ടയല്ല എന്ന് തന്നെയാണ് അങ്ങ് കരുതുന്നത് അല്ലേ? ഇ ഡി രാഷ്ട്രീയ വേട്ടയൊക്കെ നടത്തുന്നുണ്ട്. ഇതിനകത്ത് ഇ ഡി വേട്ടയാടും പറഞ്ഞാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെയോ വീണ വിജയനെയോ ഒന്നും പിന്നെ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു സംഭവം ഇപ്പൊ ഇന്ത്യയിലില്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആർക്കെങ്കിലും പരിഗണനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോ. ഒരു തരത്തിലും ആരും പരിഗണിക്കുന്നില്ല. അത്രയും ഒരു ശതമാനം വോട്ട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു പാർട്ടി, ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയെ എന്തിനാണ് ഇടി വന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ഇപ്പോൾ CPM എവിടെയും നിലവിൽ അധികാരമില്ലാത്തൊരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന വേട്ടയാണെങ്കിൽ ആ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ എവിടെയും ഭരണത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഭരണത്തിലില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയെ ഈ അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് നടക്കാത്തൊരു സംസ്ഥാനത്ത് എന്തിനാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ വേട്ട എന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പാനന്തരം ഇടി വരുന്നത്? ഇതിലൊരു കേസുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ, വാർത്താക്കുറിപ്പിൽ ഇത് വളരെ ചുരുങ്ങിപ്പോയി എന്ന ഒരു വാദം അവിടെ പറയാമെങ്കിലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ എവിടെയൊക്കെ റെയ്ഡ് നടന്നു എന്ന കാര്യമുണ്ട്. അതിൽ CPM നേതാക്കളാണ്, അവിടുത്തെ ജില്ലയിലെ നേതാക്കൾ, DYFI നേതാക്കൾ, മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചു. അത് ഈ വീണ കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൈമാറിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും രേഖകളായി കിട്ടിയെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അഥവാ അത് പാർട്ടിക്ക് വിശദീകരിക്കേണ്ടതല്ല എങ്കിൽ അത് വീണയുടെ കേസാണ് എന്ന രൂപത്തിൽ അതിനെ തള്ളിക്കളയണം. ചില സമയത്ത് അത് പാർട്ടിക്ക് എതിരെയുള്ള വേട്ടയാണെന്ന് പറയും, ചില സമയത്ത് അത് വീണയ്ക്കെതിരെ വീണ നേരിടേണ്ട കേസാണെന്ന് പറയും. അപ്പോൾ ഇതിലൊരു വ്യക്തതക്കുറവ് ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ചതും അതാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, മുതലക്കുളം മൈതാനത്ത് വിസ്തീർണ യോഗം ഉണ്ടാകുമെന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അതിലൊരു വ്യക്തതയില്ല. അല്ല, കേസ് അങ്ങനെയാണ് അവർ ഫ്രെയിം ചെയ്തുകൊണ്ട് വന്നേക്കുന്നത് ഇതുവരെയും. ഇത് നോക്കിയാൽ ഇത് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ ഒരു അവ്യക്തതയും ഇല്ല. CPM ഇപ്പൊ കേരളത്തിൽ അധികാരത്തിലുള്ളതുകൊണ്ടാണ് ഈ വേട്ടയാടൽ എന്നാരും പറയില്ലല്ലോ. പക്ഷെ ഇതെന്നാണ് തുടങ്ങിയത്? എന്ന് മുതലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്? ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതൊരു ഫ്രെയിം വർക്കാണ്, അല്ലാതെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഒരു ഏർപ്പാടൊന്നും അല്ലല്ലോ. ആ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ED പ്രവർത്തിക്കുന്നത്. അത് അവരുടെ പണി, അതാണ്, അത് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഒരു പ്രസ് റിലീസ് ഇറക്കിയിരിക്കുന്നു. ഇന്നിപ്പോ ഇവിടെ ഒരു ഉദാഹരണം സ്മൃതിയോട് തന്നെ ചോദിക്കാം ഞാൻ അങ്ങോട്ട്. ലേക്കറിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ഇവിടെ ഒരുപാട് പറഞ്ഞല്ലോ. ഈ സ്റ്റേറ്റ്മെന്റില്, പ്രസ് റിലീസില്, EDയുടെ പ്രസ് റിലീസില് ലേക്കർ ഇന്ത്യ എന്നൊരു പ്രയോഗം എവിടെയും കാണാനില്ല. അപ്പോ പിന്നെ ഇവർ പറയാത്ത ഒരു കാര്യത്തിലാണ് ഇന്ന് പ്രധാനമായും ചർച്ച മുമ്പോട്ട് വെച്ചേക്കുന്ന ഒരു കാര്യം. രണ്ടാമത് ലേക്കർ രഹസ്യം തന്നെ ഇടയ്ക്ക് ഹവാല ഇടപാടൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ആ ലേക്കറിന്റെ കാര്യം മാത്രം നോക്കിക്കോളൂ. ED പറയാത്തൊരു കാര്യമാണ്. ED സ്റ്റേറ്റ്മെന്റിൽ അതില്ലതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇത് എന്തുമാത്രം അവ്യക്തതയാണ് നിൽക്കുന്നത്. ഹവാല ഇടപാട് പറയുന്നു, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്, ഹാൻഡ് റിട്ടൺ എൻട്രീസ് പറയുന്നു. ഈ ഹാൻഡ് റിട്ടൺ എൻട്രീസിനെ കുറിച്ച് മാത്രം സ്മൃതി നോക്കൂ. ഇത് പ്രോവണാണോ? ഹാൻഡ് റൈറ്റിംഗ് ആരുടെയാണെന്ന് ഫോറൻസിക് പരിശോധന തെളിയിക്കേണ്ടത് EDയെ പോലൊരു ദേശീയ അന്വേഷണ ഏജൻസി. എന്താണ് അവരതിന് മുതിരാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്? പിന്നെ ഈ ദുബായ് ട്രാൻസ്ഫർ ഹവാല ആയിരുന്നെന്ന്, ഹവാല പണം CMRന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണെന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറയുന്നില്ലല്ലോ. പിന്നെ മറ്റൊരാളുടെ സിം വീണയാണ് ഉപയോഗിച്ചതെന്ന് വേറൊരു സംഗതി. സിം ഉപയോഗിച്ച കാൾസ് ക്രിമിനൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടാണെന്ന് പല നിഗമനമെങ്കിലും EDക്കുണ്ടോ? അത് പറയുന്നില്ലല്ലോ. ലേക്കറിന്റെയിലെ പണം CMRന് എക്സൈസിന്റെയോ പണമാണ് എന്നൊരാക്ഷേപം അവർക്കുണ്ടോ? അത് പറയുന്നില്ലല്ലോ. പിന്നെ പിണറായി വിജയന് ഈ മണി ട്രെയിനിൽ നേരിട്ടുള്ള അല്ല, ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകാര്യം ചെയ്തതല്ലേ മലയാളത്തിൽ അർത്ഥം പറയുക, അല്ലാതെ അതിന്റെ ഉത്തരവാദി വീണയാണെന്നാണോ പറയുക? ആണോ? ഹാൻഡിൽ എന്നുള്ളത് മലയാളത്തിൽ അർത്ഥം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ കൈകാര്യം ചെയ്ത പണം എന്നാണ്. കൈകാര്യം ചെയ്ത പണം അവരുടെ പണമാണെന്നാണോ വരുന്നത്? അതിന് പ്രൂവ് ചെയ്യണം, നിയമപരമായി പ്രൂവ് ചെയ്യണം. അതൊക്കെ അല്ലാതെ അസംഷൻ എന്നല്ല പറയേണ്ടത്. ഇതൊക്കെ ഇൻഫറൻസുകളാണ്. ഇത് ഇൻഫറൻസ് വെച്ചിട്ട് That accounts contain details of amount handled in AED as well as Indian rupee.
The amount transferred to Dubai as per the notings is about 3.49 lakh AED. അതന്നെ ഞാൻ താങ്കളോട് പറയുന്നത് തന്നെയാണ്. എമൗണ്ട്സ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട്സ് ഓൺഡ് ബൈ എന്നാണ് അർത്ഥം. ആണോ? എമൗണ്ട്സ് ഹാൻഡിൽഡ് എമൗണ്ട്സ് ഓൺഡ് ആവുന്നത് എങ്ങനെയാണ്? അത് നേരെ ഇന്റർപ്രിട്ടേഷൻ. അതാ പറഞ്ഞ അങ്ങനെ. മാത്രമല്ല ഡിജിറ്റൽ ഡിവൈസസും ഉണ്ട്, ഡിജിറ്റൽ ഡിവൈസസും സീസ് ചെയ്തിട്ടുണ്ട്. അതും അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞേ ഇതിന്റെ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ, ശൂന്യതകൾ കിടപ്പുണ്ടല്ലോ. ആ ശൂന്യതയെ കുറിച്ച് ആണ് ഞാൻ ചോദിച്ചത്. അതിന് ഇത്ര ഇൻഫറൻസുകളുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശരി, അങ്ങ് ഇപ്പൊ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ വാർത്താക്കുറിപ്പ് പൂർണ്ണമല്ല അല്ലേ? വാർത്താക്കുറിപ്പ് പൂർണ്ണമല്ല എന്നുള്ളതല്ല, അങ്ങേയറ്റം സസ്പീഷ്യസ് ആണ് വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, എന്തിന് നോക്കൂ, എന്തിന് സസ്പീഷ്യസ് ആയ ഒരു കാര്യം ഇപ്പോൾ ഇ ഡി ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ശ്രീ ജയേന്ദ്രൻ, എന്തിന് വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോകുന്നു? എന്താണ് അങ്ങയുടെ തോന്നൽ? വാർത്തകൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഒരു പ്രാവശ്യം വായിച്ചാൽ മെയ് 27 നടന്ന സെർച്ചില് അന്ന് എല്ലാവരും മാധ്യമങ്ങൾ നിങ്ങളടക്കം പറഞ്ഞിരുന്ന റെയ്ഡ് എന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? സെർച്ചേ ഉള്ളൂ, റെയ്ഡ് എന്ന ഒരു പദവിനെ പ്രയോഗിക്കുന്നില്ല ഇ ഡി. അത് മാർച്ചിലാണ്, 27 മാർച്ച് 27 കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ടെത്തിയ ഡയറിയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് ആധാരം. അല്ല, ഞാൻ പറയട്ടെ, സ്മൃതിയുടെ ചോദ്യത്തിനാണ് എന്റെ ഉത്തരം ഞാൻ പറയുന്നത്. ഈ അന്ന് മെയ് 27 നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളുടെ അവരുടെ ഈ ഇൻഫറൻസ്, അനുമാനങ്ങൾ, അതാണ് ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഇ ഡി. അത് ടോട്ടൽ സസ്പീഷ്യസ് ആണെന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഉദാഹരണ സഹിതം ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാതെ പോകാൻ കഴിയില്ല. രാജു പി നായർ സംസാരിച്ചപ്പോ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു, മറ്റേ നാഷണൽ ഹെറാൾഡ് കേസിൽ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത്. എവിടെയാണ് ശ്രീ രാജു പി നായർ? നാഷണൽ ഹെറാൾഡ് കേസിൽ നന്നായി ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നെ ഒരു പ്രാവശ്യം സ്മൃതിക്ക് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ നിങ്ങളുടെ ഓൺലൈനിൽ തന്നെ സവിസ്തരം ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതുകയും ചെയ്തിരുന്നു. പിന്നെ റിപ്പോർട്ടറിന്റെ അത് ഈ 2011 സുബ്രഹ്മണ്യ സ്വാമി ഈ കേസ് കൊടുത്തതിന് ശേഷം ഇതേ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് വാ തുറക്കുന്നത് എന്നാണ് ശ്രീ രാജു പി നായർ 2023 അത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നീണ്ട മൗനം അവലംബിച്ചത്? എന്തുകൊണ്ടാണ്? അപ്പൊ 2023 തന്നെ ചെറിയൊരു കഷ്ണം റെസ്പോൺസ്. അത് കഴിഞ്ഞ് 2024, 2025 പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും 2011 മുതൽ 2023 വരെയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ മൗനം എന്തിനായിരുന്നു? എന്തായിരുന്നു മിണ്ടാതിരുന്നത്? CPM അത്രയും കാലമൊന്നും മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഞാൻ CPM ചെയ്യുന്നത് ന്യായമാണെന്നോ നിങ്ങൾ ചെയ്തത് അന്യായമാണോ എന്ന വാദഗതി ഉയർത്താനേ അല്ല ഞാൻ പറയുന്നത്. ഓരോ പാർട്ടിക്കും അവരവരുടേതായ നിലപാടുകളും തീരുമാനങ്ങളും അതൊക്കെ പുറത്തറിയിക്കണം എന്നുള്ള കാഴ്ചപ്പാടും ഉണ്ട്. അതങ്ങനെ തന്നെയാണ് പൊളിറ്റിക്സിൽ, അങ്ങനെയാണ് അത് പ്രവർത്തിക്കുക. നമ്മളിങ്ങനെ പറയുന്നത് പോലെ ഒരു എസോറിന് ആൻസർ അല്ല അതിന് കിട്ടുക. എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എന്തിന് ഇപ്പോൾ ഈ പറയുന്ന എന്തിന് പിണറായി വിജയന്റെ മകളെ വേട്ടയാടണം ഇ ഡി? എന്തിന്? ഞാൻ പറഞ്ഞില്ലേ, ഈ സ്മൃതിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയ് 27 നടന്ന സെർച്ചിന് പിന്നെ ഓഗസ്റ്റ് 18 ഇ ഡിയുടെ പ്രസ് റിലീസ്. എന്തിനായിരുന്നു ഇന്നലെ പ്രസ് റിലീസിന്റെ കാര്യം? എന്തായിരുന്നു? ഇന്നലെ മെയ് 27 സെർച്ചിനെ പറ്റി ഇന്നലെ ഒരു പ്രസ് റിലീസിന്റെ റിലവൻസ് ഉണ്ടായിരുന്നു. ഇ ഡി 9 വരെ കോഴിക്കോട്ട് തപ്പി. ഓക്കെ, റിയാസിന്റെ സുഹൃത്തുക്കളാണ്, അതും ഓക്കെ. അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും, അതും ഓക്കെ. അതൊക്കെ നടക്കട്ടെ. പക്ഷെ മെയ് 27 എന്തിനാണ് ഇങ്ങോട്ട് വലിച്ചഴക്കുന്നത്? മെയ് 27 മിണ്ടാനേ പാടില്ല എന്ന്, അതായത് ആ ഡയറിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന്. ശരി, അന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പറയുന്നു. ശരി, ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് വരാം. ശരി, അല്ല അന്ന് പറഞ്ഞില്ല എന്നല്ലേ? ഇത്രയും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ഡയറി സീസ് ചെയ്തു എന്ന് ഇപ്പൊ പറയുന്നതിലെ സാങ്കത്യമല്ലേ അങ്ങ് ചോദിച്ചത്? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ആ ഡയറി സീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കാര്യങ്ങൾ പറയുന്നതിന് സാങ്കത്യമല്ലേ അങ്ങ് ചോദിച്ചത്? അല്ല, ഡയറി സീസ് ചെയ്യുന്ന കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. സീസേഴ്സ് ഒരു ഡയറിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ലൂഡ് ഷീറ്റ്, ആ ഡയറി ആണോ ലൂഡ് ഷീറ്റ് ആണോ എന്നുള്ളത് താങ്കൾക്ക് അറിയുമോ? എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ലൂഡ് ഷീറ്റ് എന്നാണ് സാധാരണ അവരുടെ ഭാഷയിൽ പറയുക. CMR പിടിച്ചെടുത്ത ലൂഡ് ഷീറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കോടതിയിലും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഡയറി ആണോ ലൂഡ് ഷീറ്റുകളാണോ എന്നുള്ളത് ആർക്കാണ് വ്യക്തത ഉള്ളത്? ഈ ലൂഡ് ഷീറ്റുകൾ കോടതിയിൽ തെളിവിനായിട്ട് എടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും?
ശരി. അടുത്ത ചോദ്യം. ശരി, ടോട്ടലി ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വാർത്താക്കുറിപ്പാണ് ഇഡി ഇന്നലെ ഇറക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് എന്റെ ശക്തമായ അഭിപ്രായം. ശരി ശരി ശ്രീ രാജു പി നായരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു പി നായർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ BJP CPM ഡീൽ ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇനി ആ ഡീല് പിന്നീട് അവസാനിച്ചു എന്ന രൂപത്തിലാണോ നിങ്ങൾ കാണുന്നത്? ആ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ കൂടിയല്ലേ ഇപ്പോൾ ഈ ED അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്? ശ്രുതി, ഞാൻ അതിലേക്ക് എത്താൻ സമയമുണ്ടെന്ന് എനിക്കറിയില്ല, കുറച്ച് ലേറ്റ് ആവുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഒന്ന്, ശ്രീ അരുൺകുമാർ അദ്ദേഹം ഉദ്ദേശിച്ച സ്ട്രാറ്റജി നടന്നു. ആദ്യമൊക്കെ സ്മൃതി പിടിച്ചതെങ്കിലും അവസാനം അത്തരത്തിലൊരു വലിയ രീതിയിൽ മോശമായിട്ടുള്ള പദവി ഉപയോഗിച്ചപ്പോൾ സ്മൃതിയുടെയും കൺട്രോൾ പോകേണ്ടിരുന്നു. അരുൺകുമാർ ആഗ്രഹിച്ചു അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചു പറയും, അല്ലെങ്കിൽ ഗോതമ്പുണ്ട എന്ന് പറയും. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രശ്നം അരുൺകുമാർ ഇറങ്ങി ഓടിയോ എന്താണെന്നറിയോ? അടുത്ത സെഗ്മെന്റിൽ ഈ പണ്ട് പറഞ്ഞ MS DOSും ടാലിയും പവർ പോയിന്റും നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കി 2.82 കോടിയുണ്ടല്ലോ, അത് ഞാൻ ചോദിക്കുന്ന അരുൺകുമാറിന് നന്നായിട്ട് അറിയാം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടിയതാണ്. പിന്നെ അദ്ദേഹം ഇപ്പൊ ലേക്കർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതിന് മുമ്പുള്ള ഇത്രയും നാളത്തെ ചർച്ചയിലൊന്നും ലേക്കർ ഇന്ത്യ നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഇവരുടെ വായിൽ നിന്ന്. ഉദാരവൽക്കരണം ഇവർ പറഞ്ഞു തുടങ്ങി. കേന്ദ്രത്തിൽ നിന്ന് BJPക്കെതിരെ ഉദാരവൽക്കരണം നടത്തുന്ന ഇടതുപക്ഷമാണ്. അല്ല, മനുഷ്യനെ പറ്റിക്കുന്ന വാക്കൊക്കെ നിർത്താൻ പറയണം ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇദ്ദേഹം ശ്രീ ജയേന്ദ്രൻ പറഞ്ഞാണ് അദ്ദേഹം പ്രസ് റിലീസിനെയാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രസ് റിലീസിനെ കുറ്റപത്രമായിട്ട് കാണരുത് ശ്രീ ജയചന്ദ്രൻ. അങ്ങോട്ടേറെ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ളതാണല്ലോ. പ്രസ് റിലീസ് എന്താ? അവർ റെയ്ഡ് നടത്തിയതിനു ശേഷം രാഷ്ട്രീയമായിട്ട് ഇത്രമാത്രം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യത്തിൽ അവരൊരു പ്രസ് റിലീസ് ഇറക്കി. കോടതിയിൽ കൊടുക്കുന്ന കുറ്റപത്രത്തിൽ പറയേണ്ട അന്വേഷണ വിവരങ്ങൾ മുഴുവൻ ഈ പ്രസ് റിലീസിൽ പറയുകയെന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജേർണലിസ്റ്റിക് ബുദ്ധി അപാരം എന്നെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിരോധമാണ്. അങ്ങ് നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണല്ലോ പറയുന്നത്. 2011 സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തതിന്, ഒരു സ്വകാര്യ വ്യക്തി കൊടുത്തതിന് കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമില്ലായിരുന്നു. ആ കേസ് ഉൾപ്പെടെ തള്ളിക്കളഞ്ഞാണെന്ന് അങ്ങേക്കറിയാം. അങ്ങ് നാഷണൽ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്താണല്ലോ. പല പ്രാവശ്യം ആ കേസ് തള്ളിക്കളഞ്ഞാന്നറിയാം. അതിനുശേഷം പിന്നെ 2023 കൊണ്ടുവരുന്നത് ഇത് വലിയൊരു രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടിയാണെന്നുള്ള അന്ന് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് റിപ്പോർട്ട് ചെയ്ത ആള് എപ്പോഴെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസിൽ EDയുടെ ഒരു പ്രസ് റിലീസ് കണ്ടിട്ടുണ്ടോ? ED ഒരു പ്രസ് റിലീസ് ഇറക്കിയത് അങ്ങേക്ക് കാണിച്ചു തരാമോ? നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തതിനു ശേഷം. അപ്പൊ ഇന്ന് ഒരു പ്രസ് റിലീസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള ആധികാരികമായ തെളിവ് ED പ്രസ് റിലീസിൽ എന്തൊരു ഒരു കഷ്ടപ്പെട്ട വാദമാണിത്, സഹതാപകരമായ വാദമാണിത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു കൊണ്ട് തന്നെ പറയട്ടെ, ഈ പാർട്ടി എങ്ങനെയാണ് ഇത്രയും നാശിന് 35ലേക്ക് എത്തിയെന്ന് ജയേന്ദ്രൻ മാഷിന് എന്തെങ്കിലും ധാരണ ഇനിയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇനിയും അത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ കേരളത്തിൽ CPM നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത്തരത്തിലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റൂ ഈ BJP കടന്നു വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ അതുപോലുമല്ല. ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ തല്ല് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ സ്വയം കുഴിച്ച് അതിനകത്തിരുന്ന് നശിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ചെയ്തത്. അത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിലെ EDയുടെ നീക്കം, അതോടൊപ്പം CPM അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ രാജു പി നായർ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ NV ബാലകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.